ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രമല്ല, ഇതിൽ ഉൾപ്പെട്ട പലരെയും ഇനിയും ചോദ്യം ചെയ്യും. കൃത്യമായ വിവരങ്ങൾ ഇനിയും ശേഖരിക്കാനുണ്ട് എന്നാണ് SIT വൃത്തങ്ങൾ നൽകുന്ന സൂചന. മാത്രമല്ല, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിനെയും PS പ്രശാന്തിനെയും അതുപോലെ തന്നെ തന്ത്രി കണ്ഠര് രാജീവരെയും അടക്കം മുഖ്യപ്രതികളാക്കാനുള്ള അല്ലെങ്കിൽ അവരെ ഈ കേസിൻ്റെ പ്രധാന ഭാഗമാക്കാനുള്ള എല്ലാവിധ നീക്കങ്ങളും അല്ലെങ്കിൽ തെളിവുകളും ഒക്കെ തന്നെ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് SIT എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അന്വേഷണ സംഘം പ്രത്യേകം ചോദ്യം ചെയ്തു. ഏതാണ്ട് 8-9 മണിക്കൂറോളം അദ്ദേഹത്തെ ചോദ്യം ചെയ്തു എന്നാണ് പ്രാഥമിക വിവരം. 2025 സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് SIT പോറ്റിയോട് ചോദിച്ച് അറിഞ്ഞത്. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. H വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ നടത്തിയ ചോദ്യം ചെയ്യൽ 8-9 മണിക്കൂർ നീണ്ടു. 25 നടന്ന സ്വർണ്ണപ്പാളി കൈമാറ്റത്തിൽ ഗൂഢാലോചനയുണ്ട് എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ പുതിയ കേസ് രജിസ്റ്റർ ചെയ്യാൻ SIT നീക്കം നടത്തുന്നുണ്ട്. 9 പേർക്ക് കൈമാറ്റത്തിൽ പങ്കുണ്ടെന്നും ചട്ടങ്ങൾ മറികടന്ന് 2025 പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയതിൽ ദുരൂഹതയുമുണ്ട് എന്ന് SIT കണ്ടെത്തി. ഇതിൽപ്പെടുന്ന ഈ 9 പേരിൽ പെടുന്ന ആൾക്കാരാണ് PS പ്രശാന്തും അതുപോലെ തന്നെ തന്ത്രിയും ഒക്കെ തന്നെ. 2019 സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ 2025 ദ്വാരപാലക പാളികൾ അറ്റകുറ്റപ്പണികൾക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയി എന്നായിരുന്നു കേസ് പരിഗണിക്കവേ ഹൈക്കോടതി നിരീക്ഷിച്ചത്. ഒടുവിൽ വിപുലമായ അന്വേഷണത്തിനൊടുവിൽ 2025 സ്വർണ്ണപ്പാളി കൈമാറ്റത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും മുൻ ഭരണസമിതിക്ക് വീഴ്ചകൾ സംഭവിച്ചതായും SIT ഹൈക്കോടതിയെ അറിയിക്കുകയായിരുന്നു. 25 ആയപ്പോൾ സ്വർണത്തിന്റെ നിറം മങ്ങിയിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡ് അന്വേഷണത്തിന് തയ്യാറായില്ലെന്നും വാറണ്ടി ഉണ്ട് എന്ന പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറി എന്നും SIT റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും കൂടുതൽ സങ്കീർണതകളിലേക്ക് ഈ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്തുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അയാളെ ചട്ടുകമാക്കിക്കൊണ്ട് പല CPM നേതാക്കളും ഇതിൽ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട്. മുൻ മന്ത്രി ഉൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ട് എന്ന തരത്തിൽ അന്ന് സൂചനകൾ വന്നിരുന്നു. അന്ന് പക്ഷേ ഇടതുപക്ഷ ഭരണമായതുകൊണ്ട് കൃത്യമായൊരു നടപടിയോ നിയമ നടപടിയോ ഒന്നും തന്നെ ഉണ്ടായില്ല. ഈ SITയെ സ്വാധീനിക്കാൻ വരെ പല CPM നേതാക്കളും ശ്രമിച്ചതായുള്ള ആരോപണമുണ്ടായിരുന്നു. ഇനിയിപ്പോൾ പുതിയ കേസെടുത്ത് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും നടത്താനുള്ള ഒരു സാവകാശമില്ല അല്ലെങ്കിൽ നടത്താൻ സാധ്യതയില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. SIT തീർച്ചയായിട്ടും ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കേസുകൾ അന്വേഷിക്കുന്നത്. ആഭ്യന്തര വകുപ്പ് ഈ വിഷയത്തിൽ കൂടുതൽ പിന്തുണ SITക്ക് ഒക്കെ തന്നെ കൊടുക്കും എന്നാണ് മനസ്സിലാകുന്നത്. പുതിയ കേസെടുത്തു കഴിഞ്ഞാൽ പുതിയ അറസ്റ്റും മറ്റ് സംഭവങ്ങളും വേണ്ടി വന്നേക്കും. ചിലപ്പോൾ PS പ്രശാന്തും തന്ത്രി കണ്ഠര് രാജീവരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒക്കെ തന്നെ വീണ്ടും അറസ്റ്റിലാകാനുള്ള സാധ്യതയും നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്.